ശശി തരൂരിന് പിന്നാലെ PJ കുര്യനും ഇപ്പോൾ കോൺഗ്രസ്സുകാരെ വെട്ടിലാക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. യൂത്ത് കോൺഗ്രസ്സിന് നേരെയാണ് PJ കുര്യൻ വാളെടുത്തിരിക്കുന്നത്. ഇത് നല്ല ഒരു രീതിയിലേക്കുള്ള പോക്കല്ലല്ലോ. വിജയനാഥിനോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് പോലെ സണ്ണി ജോസഫ് KPCC പ്രസിഡൻ്റായിട്ട് വരികയാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് കൂടുതലായിട്ട് കോൺഗ്രസ്സിനകത്ത് ശക്തമാകും എന്ന് പറഞ്ഞു. അത് തന്നെയാണ് എക്സാക്ട്ലി വിതിൻ ഡേയ്സ് ഇറ്റ് ഹാപ്പൻസ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, ശക്തമായിട്ടുള്ളൊരു നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രൂപ്പുകളുടെ ഒരാൾക്കൂട്ടമായിട്ടുള്ള കേരള കോൺഗ്രസ്സിനെ ധീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഗ്രൂപ്പുകളെ ഇല്ലാതാക്കാമെന്നല്ല എൻ്റെ വാദം. പക്ഷേ കോൺഗ്രസ്സിനെ മുന്നോട്ട് നയിക്കാൻ അതിശക്തനായ ഒരു ഉരുക്കു മനുഷ്യൻ തന്നെ വേണം. ഇപ്പോൾ കരുണാകരൻ അങ്ങനെ ഒരു ഉരുക്കു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സുധാകരൻ, ഇപ്പോൾ അദ്ദേഹം ചികിത്സയിലാണ്. അദ്ദേഹവും ഉരുക്കു മനുഷ്യൻ തന്നെയായിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കണം എന്ന് സ്ട്രിക്റ്റായിട്ട് പറയുന്ന ഒരാളായിരുന്നു. കാര്യങ്ങൾ നടക്കണം. ഒരു പ്രൊഫഷണൽ സെമി കേഡർ സമ്പ്രദായം ആവശ്യമാണ് കോൺഗ്രസ്സിന്. അതില്ല. ഇപ്പോൾ നോക്കൂ, കേന്ദ്രത്തിൽ പിടിപ്പുകേടുള്ള ഒരാളിരിക്കുന്നത് കൊണ്ട് വരുന്ന സംഭവങ്ങൾ നോക്കൂ, ഒന്നിനു പുറകെ ഒന്നായിട്ട്. വളരെ മനോഹരമായിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ജയിച്ച് അതിൻ്റെ താലം കയ്യിലേന്തി നിൽക്കേ ഒക്ടോബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തു വരാനിരിക്കെ, എല്ലാ പ്രിപ്പറേഷൻസും അതിനുവേണ്ടി നടക്കാനിരിക്കെ നോക്കൂ എന്തെല്ലാം. PJ കുര്യൻ്റെ കാര്യം ആദ്യം എടുക്കുക. ഓരോന്നും ഇത് മാത്രമല്ല കേട്ടോ, പടല പിണക്കങ്ങൾ പുറത്തു വരുന്നത്, വിഴുപ്പ് അലക്കലുകൾ പുറത്തു വരുന്നതിൻ്റെ വേറെ വേറെ വാർത്തകൾ ഓരോ സ്ഥലത്തു നിന്നുമായിട്ട് വരുന്നുണ്ട്. നോക്കൂ, വിജയിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു സൈന്യം ആയിട്ട് നിൽക്കേണ്ട, അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സൈന്യത്തിൻ്റെ ഗതി നോക്കിക്കോളൂ. സങ്കടം തോന്നുന്നുണ്ട്. കോൺഗ്രസ്സുകാരനല്ല ഞാനെങ്കിലും, കോൺഗ്രസ് രക്തമല്ല എന്നിൽ ഉള്ളതെങ്കിലും. ഇപ്പോൾ നോക്കൂ, ഏറ്റവും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം വിജയനാഥ് ചോദിച്ചത് PJ കുര്യൻ്റെ വിഷയമാണ്. PJ കുര്യൻ എന്ത് കാര്യമാണ് ഇങ്ങനൊരു കാര്യം പൊതുമണ്ഡലത്തിൽ പറഞ്ഞിട്ട്? ഹൂ ഈസ് ഹീ ആഫ്റ്റർ ആൾ? ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു, സമ്മതിച്ചു. ആ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് അദ്ദേഹം ഇരുന്ന സമയത്ത് അദ്ദേഹം BJPയിലേക്ക് ചേക്കേറുമെന്ന് ചർച്ചയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വിജയനാഥ് പറയുന്ന പോലെ ശശി തരൂർ BJPയിലേക്ക് പോവും, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുമെന്ന് പറയുന്നത് പോലെ അന്ന് ചർച്ചകൾ സജീവമായിരുന്നു. PJ കുര്യൻ മറവി രോഗം ബാധിച്ചിട്ട് അത് ഓർമ്മയുണ്ടാകും, ഇല്ലേ? ഉണ്ടായിട്ടില്ലേ? ഏറ്റവും അടുത്ത് BJPയോട്, അവരുടെ പ്രധാനമന്ത്രിയോട്, നരേന്ദ്രമോദിയോടൊക്കെ അടുത്തു നിന്നിട്ടുള്ള ഒരാളാണ് PJ കുര്യൻ. കോൺഗ്രസിന് വേണ്ടി അന്ന് അദ്ദേഹം ഒരക്ഷരം ശബ്ദിച്ചിട്ടില്ല. അദ്ദേഹം BJP തന്നെ ഒരു ഉയർന്ന സ്ഥാനമാനം നൽകി എടുത്തിരുന്നുവെങ്കിൽ BJPയിലേക്ക് തന്നെ പോകാൻ അദ്ദേഹം ഉടുപ്പുകൾ തയ്ച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ കാലത്ത്. അത് ഇനി വേണമെങ്കിലും ആകാമല്ലോ. ഇനി പ്രായം കഴിച്ചു പോയില്ല, ഇനി വേണ്ട അവർക്ക്. അവരുടെ തന്നെ പാർട്ടിയിലുള്ള പ്രായം കഴിഞ്ഞവർക്ക് വേണ്ട, PJ കുര്യന് വേണം. PJ കുര്യന് വേണം എന്നുള്ളതാണ്. KV തോമസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. അതുപോട്ടെ, പരസ്യമായിട്ട് അദ്ദേഹം എന്തായി പറഞ്ഞത്? യൂത്ത് കോൺഗ്രസ്സിന് കണ്ടോ, SFIയുമായിട്ട് യൂത്ത് കോൺഗ്രസ്സിനെ ഉപയോഗിച്ചിരിക്കുന്നത്. SFIക്കാരവിടെ കാണിക്കുന്ന തോന്നിയവാസങ്ങൾ, ഗുരുനിന്ദകൾ എന്തെല്ലാം കണ്ടു കേരളം. ഉമ്മൻചാണ്ടിയുടെ നെറ്റിയെറിഞ്ഞ് പൊട്ടിക്കുന്നത് വരെ നമ്മൾ കണ്ടില്ലേ? പാലക്കാട് വിക്ടോറിയ കോളേജിലെ, എറണാകുളം മഹാരാജാസ് കോളേജിലെ, പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിൽ കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്ന് പറഞ്ഞത് അല്ല. പറയുന്നതിൽ മാത്രമല്ലല്ലോ, കരിയോയിൽ കൊണ്ട് അഭിഷേകം ചെയ്തില്ലേ ഗുരുവന്മാരെ? അവരുടെ ശവഘോഷയാത്ര നടത്തിയിട്ടില്ലേ? എന്നിട്ടാണല്ലോ ഇപ്പോൾ പാദപൂജ നടത്തുന്നതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ അവർ രംഗത്ത് വന്നിട്ട് RSSൻ്റെ വരവ് തടയുമെന്ന് പറയുന്നത്. നിങ്ങൾക്കതിന് കഴിയില്ല CPM. നിങ്ങളുടെ ഈ നയം കാരണം യൂണിവേഴ്സിറ്റിയിൽ എത്ര പേരുടെ 2000-ലധികം ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത്. മാർക്ക് ഷീറ്റ് ഉൾപ്പെടെ എത്ര കാര്യങ്ങളാണ് അവതാളത്തിലാക്കിയത്. നിങ്ങളുടെ ഭാരത് മാതാവിനോടുള്ള അന്ധമായിട്ടുള്ള വിരോധം കാരണം. ഏതെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ പ്രചാരണമായിരുന്നു അവിടെ നടത്തിയത്. നിങ്ങൾ ഹിന്ദു മതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, സ്വർഗത്തിൽ നിങ്ങൾക്ക് ഹൂറികൾ കൂട്ടിനുണ്ടാവും, സ്വർണ്ണ നദി ഉണ്ടാവും, അതിലൂടെ തേനും പാലും ഒഴുകും, ആവോളം എടുത്ത് മോന്തി കുടിക്കാമെന്ന് പറയുകയാണ് അവിടെ ചെയ്തത്. ഭാരതമാതാവെന്ന് പറയുന്ന ഒരു പ്രതീകത്തെ മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും അഭിനേന്ദ്രനാഥ ടാഗോറും ബങ്കിം ചന്ദ്ര ചാറ്റർജിയും ഒക്കെ ആരാധിച്ചിരുന്ന ഭാരതത്തിൻ്റെ ഒരു പ്രതീകത്തെ കോളേജിൽ വെച്ചാൽ
തെറിച്ചു പോകുന്ന മൂക്കാണോ SFIയുടെയും അവരുടെ പരിവാർ സംഘടനകളുടെ, പരിവാർ എന്ന് ഞാൻ പറയും കുടുംബ സംഘടനകളുടെയും? എന്തിനാണ് ഈ വിദ്യാർത്ഥികളുടെ ഭാവി ഇരുട്ടിലാക്കി തീർക്കുന്നത്? അല്ലെങ്കിലും പണ്ടേ നിങ്ങൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് അസൂയ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോഴത്തെ പഠിക്കുന്നവരുടെ പഠിപ്പ് മുടക്കുക അനുഭവിച്ചതാണ് ഞാൻ. ഇപ്പോൾ നടക്കുന്നത് എന്താണ്? നിങ്ങളിപ്പോൾ വിദ്യാർത്ഥികൾ, അതായത് ഈ കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഭാവി തൊലച്ച് കളഞ്ഞില്ലേ, അനിശ്ചിതത്വത്തിലായില്ലേ? ഇപ്പോൾ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ പോയിട്ട് വീണ്ടും അപ്പീൽ കൊടുത്തിരിക്കുകയല്ലേ? അത് പരിഗണിച്ചു കഴിഞ്ഞാൽ ഇനി കീമിൻ്റെ ഫലം എന്നാണ് ശരിക്കായിട്ട് വരാൻ പോകുന്ന? റാങ്കിങ് എപ്പോഴാണ്? ഇവരുടെ പ്രവേശനം എപ്പോഴാണ് നടക്കുക? അനിശ്ചിതത്വത്തിലാക്കിയില്ലേ കഷ്ടപ്പെട്ട് പഠിച്ച പിള്ളേരെ? ഒരു വാക്കെന്നുള്ള എന്നിട്ട് നിങ്ങൾ അതിനുവേണ്ടി സമരം നടത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ കൈയടിച്ചതിനെ സ്വാഗതം ചെയ്യുമായിരുന്നു. കൈയടിച്ച് കാട്ടിക്കൂട്ടുന്നത് എന്താ? VC-യുടെ മുറി ഞങ്ങൾ കയറിയിരിക്കും എന്ന് വീരവാദം പറയുക. നിങ്ങൾ കയറിയിരിക്കാറുണ്ടോ? അങ്ങനെ റാങ്ക് കിട്ടാതെ BCom പരീക്ഷ എഴുതാതെ MComൻ്റെ ക്ലാസ്സിൽ കയറിയിരിക്കുമല്ലോ. ക്വാളിഫിക്കേഷൻ ബേസിക് പോലും ഇല്ല, PhD പ്രബന്ധങ്ങൾ എഴുതി ഡോക്ടറായിട്ട് നടക്കുന്നുണ്ടല്ലോ, SI തൊപ്പിയിട്ട് നടക്കുന്നുണ്ടല്ലോ റാങ്കിൽ വന്നില്ലെങ്കിലും. അങ്ങനെ നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. നിങ്ങളിരുന്നോ, VC-യുടെ മാത്രമല്ല, വേണമെങ്കിൽ ഗവർണറുടെ ചെയറിൽ നിങ്ങൾ കയറിയിരുന്നു. പക്ഷെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിക്കാൻ അനുവദിക്കൂ. ആ രാജകീയ കലാലയം, ആ മാതൃകലാലയം, ആ മാതൃകാ കലാലയം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾ പഠിക്കാനാണ്. നിങ്ങൾക്ക് തോന്നിയവാസം കാണിക്കാനല്ല, ഗൂണ്ടായുസം കാണിക്കാനല്ല. കാപ്പ പ്രതികളെ കൊണ്ടുവന്നിട്ട്, കാപ്പ പ്രതികളെയല്ല സിൻഡിക്കേറ്റിൽ അംഗങ്ങളാക്കേണ്ടത്. അവരുടെ ചെലവിൽ, അവരുടെ കായിക ബലം കൊണ്ട് രജിസ്ട്രാറായിട്ട് വന്നിരിക്കുന്ന ആൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് പോലെ നിങ്ങളവിടെ കൊണ്ടിരുത്തിയാലും രജിസ്ട്രാറല്ല, ഫ്രോഡ് രജിസ്ട്രാറാണ്. തള്ളപ്പെട്ട ഒരു ആളിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ഥാനം, കോടതിയിൽ നിന്ന് പേടിച്ച് കേസും കൊണ്ട് പിൻവലിഞ്ഞ ആളിനെ അവിടെ കയറി അവരോധിക്കുക. എന്നാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് മോബോക്രസി നടത്തിയാൽ മതി. ഇവിടെ ഡെമോക്രസി വേണ്ട, ഭരണഘടന വേണ്ട, സർവകലാശാല നിയമങ്ങളും വേണ്ട. നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോളൂ. ഈ യൂത്ത് കോൺഗ്രസിന് ഇത്രത്തോളം വിമർശിക്കുന്ന PJ കുര്യന് ഇപ്പോൾ ഞാൻ അറിഞ്ഞ ഒരു കാര്യം, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നടത്തുന്നു എന്നാണ് അറിയുന്നത്. ജയിച്ചു കഴിഞ്ഞ് UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് മന്ത്രിസ്ഥാനവും നേടുന്നു. ചിലപ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് ഉണ്ട്. കാരണം യൂത്തന്മാരെ കൊണ്ടൊന്നും പറ്റുന്നില്ല, എന്നെ പോലുള്ള കിളവന്മാരെ എടുത്തു വെച്ചോ എന്നുള്ളത് സംഗതി ശരിയാക്കി തരാം എന്നുള്ള വിചാരമായിരിക്കും അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം യൂത്തായിരുന്നപ്പോൾ എന്ത് കുന്തമാണ് കോൺഗ്രസിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. പാവ ഉമ്മൻചാണ്ടി, വയലാർ രവി, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി, വയലാർ രവി, അങ്ങനെയുള്ള AK ആൻ്റണി, ഇതുപോലുള്ള നേതാക്കൾ യൂത്തായിരുന്നപ്പോൾ നേടിയിട്ടുള്ള നേട്ടങ്ങളല്ലേ കേരളത്തിലുണ്ടായിട്ടുള്ളൂ. SSLCയുടെ ഫീസ് ഇല്ലാതാക്കി ഉൾപ്പെടെ കഷ്ടപ്പെട്ട് അവർ ചെയ്ത സമരമല്ല. പിന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ യൂത്ത് കോൺഗ്രസ്, താങ്കൾ യൂത്തായിരിക്കുമ്പോഴും എന്ത് കുന്തമാണ് നേടിയിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. ഡെപ്യൂട്ടി സ്പീക്കറുടെ ചെയറിലിരുന്ന് മാത്രം നിങ്ങൾ വിധികൾ, അതുപോലെ തന്നെ തീർപ്പുകൾ കൽപ്പിച്ചിട്ടുണ്ട്. അത് കാര്യം മാത്രമേ നിങ്ങളുടെ കാര്യത്തിൽ പ്രസക്തമായിട്ടുള്ളൂ. പത്തനംതിട്ടയിലെ ആ ഡെമോഗ്രഫി കൊണ്ട് മാത്രം ജയിച്ചു പോയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ, അല്ല നിങ്ങളുടെ ജനകീയ പ്രക്ഷോഭങ്ങൾ കൊണ്ടല്ല. ചോദ്യം ഇതാണ്, ഈ SFIയും DYFIയും കാണിക്കുന്ന താന്തോന്നിത്തങ്ങൾ പോലെ അതിനെ മാതൃകയാക്കണോ യൂത്ത് കോൺഗ്രസ് എന്നുള്ളതാണ്. അവരുടെ മാന്യതയും കൂടെ നശിപ്പിച്ച് കളഞ്ഞ് അവരെയും ഇതുപോലെ തെമ്മാടിക്കൂട്ടമാക്കി മാറ്റണോ എന്നുള്ളതാണ്. അതുപോലെ കാണിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ കാണിക്കണം. അതുപോലെ കാണിക്കാത്തത് കൊണ്ടാണ്, സമാധാനപ്രിയരായതുകൊണ്ടാണ് കേരളത്തിലെ സമാധാനപ്രിയരായ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്. തെറ്റായ സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇവിടെ മാത്രമല്ല വിജയനാഥെ പ്രശ്നം. തൃത്താലയിൽ നടന്ന നേതൃസംഗമത്തിൽ അവിടെ VT ബൽറാം, അതുപോലെ തന്നെ CV ബാലചന്ദ്രൻ, അവർ തമ്മിലുള്ള പടലപ്പിണക്കം അതിതുവരെ തീർന്നിട്ടില്ല. അതുപോലെ തന്നെ കണ്ണൂരിലുള്ള സംഗമത്തിൽ, സമരസംഗമമാണത്, അവിടെ പ്രചാരണ ബോർഡിൽ എല്ലാ DC വിഷ്ണുനാഥിൻ്റെ വരെ ഫോട്ടോ ഉണ്ട്, പക്ഷേ K സുധാകരൻ്റെ ഫോട്ടോ ഇല്ല. അവിടെ ബഹളമുണ്ടായി. പിന്നെ ആ K സുധാകരൻ്റെ ആൾക്കാർ അവിടെ K സുധാകരൻ്റെ പോസ്റ്ററും കൊണ്ട് വന്ന് അവിടെ സമരം നടത്തിയവിടെ. എന്തൊരു അച്ചടക്കമായി കോൺഗ്രസ് കാണിക്കുന്ന. അതിൽ മുതിർന്ന പക്വത വേണ്ട ഒരു നേതാവായിട്ടുള്ള PJ കുര്യൻ കൂടി ആ എരുതിയിലേക്ക് എണ്ണയൊഴിച്ചു കൊടുത്തുകൊണ്ട് CPMൻ്റെ വിജയസാധ്യത, ഇല്ലാത്ത വിജയസാധ്യത CPMന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആൻറ്റി ഇൻകുംബൻസി ഫാക്ടറിനെ ഇല്ലാതാക്കുകയാണ് ഇതുപോലെയുള്ള നേതാക്കൾ. ഇവർ വായടച്ചിരുന്നാൽ കോൺഗ്രസിനും UDFനും ജയിച്ചു കയറാം. പക്ഷേ ഇവർ വാ തുറന്നു കഴിഞ്ഞാൽ അതിൽ വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടും. ആ പാപഭാരമേൽക്കേണ്ടത് ഇത്തരം വിടുവായത്തങ്ങൾ, അച്ചടക്കമില്ലാതെ പറയുന്ന ആൾക്കാരാണ്. അവർക്കെതിരെ നടപടി എടുക്കേണ്ട സണ്ണി ജോസഫ് എന്താണ് പറഞ്ഞതെന്നറിയാം? അത് അദ്ദേഹം പാർട്ടിക്ക് വീര്യം കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. നല്ല വീര്യമാണ്. ഇത്ര കഴിവുകെട്ട ഒരു നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൻ്റെ
ആരോഹണം മൂലം സംഭവിക്കുന്ന അവരോഹണങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിക്കുന്നതെന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.